നമസ്കാരം. ജീവന്റെ നൂൺ എഡിഷൻ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിലെ തുടരന്വേഷണ ഉത്തരവ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്ന് CPM. നിയമോപദേശം തേടാൻ തീരുമാനം. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലും നാളെ. മുനമ്പത്തെ ഭൂമി തർക്കം സമവായ നീക്കവുമായി സർക്കാർ. ഡിജിറ്റൽ സർവേക്ക് നീക്കം. ആരെയും കുടിയിറക്കില്ല എന്നാവർത്തിച്ച സർക്കാർ. യുക്രൈന് നേരെ ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിച്ച് റഷ്യ. നിരവധി പേർക്ക് പരിക്ക്. രാജ്യത്തിന് നേരെയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ ആക്രമണം ലോക ചരിത്രത്തിൽ ആദ്യം. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ്. ഓസീസിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് എല്ലാവരും പുറത്ത്. ജോഷ് ഹേസൽവുഡിന് 4 വിക്കറ്റ്. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ അവസാനവട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 10 മണിയോടെ വിജയികൾ ആര് എന്നതിൽ വ്യക്തതയുണ്ടാകും. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന UDF സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ 3 മണ്ഡലങ്ങളിലും ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. പോളിംഗ് കുറഞ്ഞ വയനാട്ടിൽ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കപ്പെടുന്നില്ല. എന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നതിൽ മാത്രമാണ് ആകാംക്ഷ. ചേലക്കര നിലനിർത്തുന്നതിനൊപ്പം പാലക്കാട് മുന്നേറാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. പാലക്കാട് C. കൃഷ്ണകുമാറിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയാണ് BJP പ്രവർത്തകർ. തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പെട്ടിയിലാക്കിയിട്ടുണ്ടെന്നാണ് മുന്നണികളുടെ കണക്ക് നിരത്തിയുള്ള അവകാശവാദം. പാലക്കാട് കുറഞ്ഞത് 12,619 വോട്ടാണ്. നഗരസഭയിൽ 6% വോട്ട് കൂടിയപ്പോൾ പിരായിരിയിൽ അത്രയും തന്നെ വോട്ട് കുറഞ്ഞുവെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ജീവൻ. രാജ്യം ഉറ്റുനോക്കുന്ന മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും വോട്ടെണ്ണൽ നാളെ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭൂരിപക്ഷവും NDAയുടെ വിജയമാണ് പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യവും കോൺഗ്രസും ശിവസേന ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും ചേർന്ന മഹാവികാസ് അഘാഡിയും തമ്മിലുള്ള മഹാരാഷ്ട്രയിലെ പോരാട്ടത്തിന്റെ ഫലം നാളെ പുറത്തുവരും. തെരഞ്ഞെടുപ്പ് ഫലം ആർക്കനുകൂലമായാലും ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായില്ല. നിലവിലെ ഭരണകക്ഷിയായ മഹായുതിയാണ് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എന്നാൽ ആരാകും മുഖ്യമന്ത്രിയാകുക എന്നതിൽ സസ്പെൻസ് തുടരുന്നു. നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തുടരുമോ അതോ BJP നേതാവായ ഫട്നാവിസാണോ മുഖ്യമന്ത്രിയാകുക എന്നുള്ള കാര്യത്തിൽ BJP നേതൃത്വം മനസ്സു തുറന്നിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തർക്കങ്ങളെ തുടർന്നാണ് 2020 തെരഞ്ഞെടുപ്പിന് ശേഷം BJPയും ശിവസേനയും അകന്നത്. ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നേരിട്ട ഇരു പാർട്ടികളും പിന്നീട് 2 പക്ഷത്തായി. ഉദ്ധവ് താക്കറെ കോൺഗ്രസിനെയും NCPയെയും കൂടെ കൂട്ടി സർക്കാരുണ്ടാക്കി BJPയെ ഞെട്ടിച്ചു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ശിവസേനയെ പിളർത്തി BJP മറുപടി നൽകി. ശിവസേന നേതാവായ ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി സംസ്ഥാനത്ത് മഹായുതി സഖ്യം അധികാരത്തിൽ വന്നു. പിന്നാലെ അജിത് പവാറിനെ കരുവാക്കി NCPയെ പിളർത്തി സഖ്യം കൂടെ കൂട്ടി. ഷിൻഡെ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് നിലവിലെ ഔദ്യോഗിക ശിവസേന പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ദേവേന്ദ്ര ഫട്നാവിസും കരുക്കൾ നീക്കുന്നുണ്ട്. അതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ അസ്വസ്ഥമാകുമെന്നുറപ്പ്. അജിത് പവാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മഹാവികാസ് അഘാഡിയിലും മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഉദ്ധവ് തുടർന്ന് മുഖ്യമന്ത്രിയാകുന്നതിനോട് താൽപര്യക്കുറവ് കോൺഗ്രസിലുണ്ട്. ജാർഖണ്ഡിലെ ഗ്രാമീണ മേഖലകളിൽ പോളിംഗ് ഉയർന്നതിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് JAM നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം. 2019 65.18% നിന്ന് ഇക്കുറി 67.55% പോളിംഗ് ഉയർന്നത്. JAMന് ശുഭപ്രതീക്ഷ വർദ്ധിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആശങ്ക മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളിലെ നേരിയ മുൻതൂക്കം BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും NDA സഖ്യം തന്നെ സർക്കാർ രൂപീകരിക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ഇരു സ്ഥലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെയായിരിക്കും NDA വിജയിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. सभी प्रकार की एजेंसियों ने अलग अलग प्रकार से अपने जनता के बीच में से जो आकलन दिया है वो
भाजपा का उत्साहवर्धन करने वाला है, चाहे महाराष्ट्र की जनता का जनादेश हो, झारखंड का जनादेश हो। मुझे इस बात का संतोष है कि वर्तमान माहौल में एक अनुकूल माहौल बना है और भाजपा जिस प्रकार से तीसरी बार सरकार ला रही है और कांग्रेस ने एक नकारात्मक माहौल बनाया था, जनता ने फिर भी उसको नकारा है। ഗാസയിലെ കൂട്ടക്കുരുതിയും യുദ്ധക്കുറ്റങ്ങളും മുൻനിർത്തി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതോടെ ഇസ്രയേൽ നേതൃത്വം കടുത്ത പ്രതിസന്ധിയിൽ. 120ഓളം രാജ്യങ്ങളിൽ കാലുകുത്തിയാൽ നെതന്യാഹുവും യോവ് ഗാലന്റും അറസ്റ്റിലാവും. കോടതി നടപടി അംഗീകരിക്കുമെന്ന് ഇറ്റലിയും ഡെൻമാർക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറിയിച്ചു. ഗാസയിൽ ആയിരങ്ങളുടെ കുരുതിയും ആശുപത്രി സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർത്തുള്ള യുദ്ധക്കുറ്റങ്ങളും മുൻനിർത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ICC പ്രീ ട്രയൽ ചേംബർ 1-ലെ 3 ജഡ്ജിമാർ ഒറ്റക്കെട്ടായാണ് വാറണ്ട് കൈമാറാൻ തീരുമാനിച്ചത്. ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഹമാസ് നേതാവ് മുഹമ്മദ് ദൌഫിനും അറസ്റ്റ് വാറണ്ടുണ്ട്. ദൌഫിനെ കൊലപ്പെടുത്തിയതായി നേരത്തെ ഇസ്രായേൽ അറിയിച്ചിരുന്നു. ഗാസ നിവാസികൾക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവ നിഷേധിച്ച നടപടി കൂട്ടമരണങ്ങൾക്ക് ആക്കം കൂട്ടിയതായി കോടതി നിരീക്ഷിച്ചു. ആസൂത്രിത അതിക്രമങ്ങളും കൂട്ടക്കുരുതികളുമാണ് നെതന്യാഹുവും യോവ് ഗാലന്റും ഗാസയിൽ നടപ്പാക്കിയതെന്നും വിലയിരുത്തിയാണ് കോടതി നടപടി. ICC അംഗ രാജ്യങ്ങളിൽ ഇസ്രായേൽ നേതാക്കളെത്തിയാൽ അറസ്റ്റ് അനിവാര്യമാകും. തുടർന്ന് ഹേഗിലെ ICC ആസ്ഥാനത്ത് ഇവരെ വിചാരണയ്ക്ക് വിധേയമാക്കണമെന്നാണ് ചട്ടം. എന്നാൽ ഇസ്രായേലും അമേരിക്കയും കോടതിയെ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ എളുപ്പമാകില്ല. കോടതിയുടെ സ്വതന്ത്ര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന തീരുമാനം നടപ്പാക്കുമെന്ന് ഇറ്റലിയും ഡെൻമാർക്കും പ്രതികരിച്ചു. കോടതി നടപടിയോടെ ആഗോളതലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടും. ഇസ്രായേൽ നേതാക്കൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച തീരുമാനത്തെ ഹമാസും പലസ്തീൻ കൂട്ടായ്മകളും സ്വാഗതം ചെയ്തു. അതിനിടെ ഗാസയിൽ 13 മാസമായി ഇസ്രായേൽ തുടരുന്ന വംശഹത്യയിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം 44,000 കവിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജീവൻ. ലോക ചരിത്രത്തിലാദ്യമായി ഒരു രാജ്യത്തിന് നേരെ ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിച്ച റഷ്യ. യുക്രൈനിലെ നിപ്രോയിലെ കെട്ടിടങ്ങൾക്ക് നേരെയാണ് റഷ്യ മിസൈൽ തൊടുത്തത്. 2011 പരിഷ്കരിച്ച ഭൂഖണ്ഡാന്തര മിസൈൽ റുബേസ് മിസൈലാണ് റഷ്യ പ്രയോഗിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിപ്രോയിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ റഷ്യയിലെ അസ്ട്രാക്കൻ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണത്തിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു. 5800 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ആക്രമിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലാണ് റഷ്യ ഉപയോഗിച്ചത്. 60 വർഷം മുമ്പാണ് റഷ്യ ഈ മിസൈൽ വികസിപ്പിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ഉക്രൈനെ സഹായിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ആണവായുധം വഹിക്കാവുന്ന മിസൈൽ തൊടുത്തത്. നിലവിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് റഷ്യ ഉപയോഗിച്ചതെങ്കിലും മുന്നറിയിപ്പെന്ന രീതിയിലാണ് റഷ്യയുടെ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിളും റഷ്യ യുദ്ധരംഗത്ത് ഉപയോഗിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. റഷ്യയുടെ അണ്വായുധ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിയമത്തിൽ കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചത്. തങ്ങൾ നൽകിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ US ഉക്രൈൻ അനുമതി നൽകിയതിനു പിന്നാലെയാണ് ഭേദഗതി കൊണ്ടുവന്നത്. ന്യൂസ് ഡെസ്ക്, ജീവൻ. ബ്രിട്ടനെയും അമേരിക്കയെയും ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈനെതിരായ യുദ്ധത്തിൽ ബാലിസ്റ്റിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചതായി പുടിൻ പറഞ്ഞു. റഷ്യയിൽ US നിർമ്മിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉക്രൈന് അനുമതി നൽകിയതിനു പിന്നാലെ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യയ്ക്ക് നേരെ ഉക്രൈൻ പ്രയോഗിച്ചിരുന്നു. അതിന് മറുപടിയായാണ് റഷ്യ ഉക്രൈന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത്. ഇതിന് പിന്നാലെയാണ് UK-യെയും മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പുടിൻ പറഞ്ഞത്. 21 ноября в ходе комбинированной ракетной атаки системами «Шторм Шедоу» производства Великобритании и «Химмерс» производства США были нанесены удары по военным объектам на территории Российской Федерации в Брянской и Курской областях. С этого момента, как мы неоднократно подчеркивали, ранее спровоцированный Западом региональный конфликт на Украине приобрел элементы глобального характера. ഉക്രൈന് ആയുധങ്ങൾ നൽകിയ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്നും അതിന് തങ്ങൾക്ക് അവകാശമുണ്ടെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്.
റഷ്യ ലക്ഷ്യം വെക്കുന്ന രാജ്യങ്ങൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മുന്നറിയിപ്പ് നൽകുകയാണെന്നും പുടിൻ പറഞ്ഞു. അമേരിക്കൻ, ബ്രിട്ടീഷ് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതിന് മറുപടിയായാണ് ഉക്രൈനിലെ ഡിനിപ്രോയിലുള്ള തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഉക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന സൂചന നൽകി റഷ്യയുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിയമത്തിൽ കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിൻ ഒപ്പുവച്ചിരുന്നു. യുദ്ധം 1000 ദിവസം പിന്നിട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റഷ്യയുടെ നിർണായക തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്ക്, ജീവൻ. സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഡൽഹിയിൽ മറ്റു പാർട്ടികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 11 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ആം ആദ്മി പ്രഖ്യാപിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപേ 2 മുഴം നീട്ടിയെറിഞ്ഞിരിക്കുകയാണ് AAP. ഏതു വിധേനയും തലസ്ഥാനം പിടിക്കുകയെന്ന BJP ലക്ഷ്യത്തിന് തടയിടുകയാണ് AAPയുടെ ലക്ഷ്യം. नहीं, मेरे अंदर पार्टी ने अपना भरोसा जताया है, इसलिए मुझे उन्होंने यहाँ से टिकट दिया है और टिकट दिया है तो काम भी पूरा करेंगे. भारतीय जनता पार्टी मैंने इसलिए छोड़ी कि भारतीय जनता पार्टी दिल्ली प्रदेश की तरफ से जिस तरह पुराने लोगों की, पुराने कार्यकर्ताओं की अवहेलना हो रही थी और पार्टी को आगे बढ़ाने की बजाय खुद को आगे बढ़ाने की कोशिश कर रहे थे, इसलिए उस पार्टी को भी मैंने छोड़ा है और आम आदमी पार्टी का दामन लिया. ലോക്സഭാ സീറ്റുകൾ കൈപ്പിടിയിലൊതുക്കുമ്പോഴും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി സംസ്ഥാനത്ത് BJP അധികാരത്തിന് പുറത്താണ്. മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രിയായിരിക്കെ മനീഷ് സിസോദിയ എന്നിവരെ അറസ്റ്റ് ചെയ്തെങ്കിലും ആം ആദ്മിക്ക് ജനങ്ങൾക്കിടയിലെ വിശ്വാസം നശിച്ചിട്ടില്ലെന്നാണ് സർവേകളിലൂടെ BJPക്ക് മനസ്സിലായത്. അതേസമയം മന്ത്രി കൈലാഷ് ഗെലോട്ട് ഉൾപ്പെടെയുള്ളവരെ രാജിവെപ്പിച്ച് മറുകണ്ഠം ചാടിച്ചത് BJPയുടെ ആത്മവിശ്വാസക്കുറവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗെലോട്ടിനു പകരം ജാട്ട് വിഭാഗത്തിൽ നിന്ന് തന്നെ അടുത്ത മന്ത്രിയെ നിയമിച്ചെങ്കിലും മലിനമായി തുടരുന്ന അന്തരീക്ഷവും കുടിവെള്ള പ്രശ്നവും തിരിച്ചടിയാകുമെന്ന് ആം ആദ്മി ഭയക്കുന്നു. അതുകൊണ്ടാണ് 2.5 മാസം മുൻപേ സ്ഥാനാർത്ഥികളെ കളത്തിൽ ഇറക്കിയത്. മായാവതി UP മുഖ്യമന്ത്രിയായിരിക്കെ 1 വർഷം മുൻപേ BSP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് AAP ന്യായീകരിക്കുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ എതിരാളികളുടെ മാത്രമല്ല സ്വന്തം പാർട്ടി നേതാക്കളുടെ മനസ്സും വായിച്ചെടുക്കാമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കണക്കുകൂട്ടൽ. നാഷണൽ ഡെസ്ക്, ജീവൻ. പിഴയടയ്ക്കാനുള്ള ചലാൻ കുറച്ചുകാലമായി കിട്ടാതിരുന്നതിനാൽ നാട്ടിലെ AI ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്ന് കരുതി ഗതാഗത നിയമങ്ങൾ ലംഘിച്ചവർ വലിയ പിഴ ഒടുക്കേണ്ടി വരും. പിഴയടയ്ക്കാനുള്ള ചലാൻ അയക്കൽ കെൽട്രോൺ പുനരാരംഭിച്ചു. കെൽട്രോണിന് സംസ്ഥാന സർക്കാർ നൽകാനുണ്ടായിരുന്ന കുടിശ്ശിക അനുവദിച്ചതോടെയാണ് പിഴയടയ്ക്കാനുള്ള ചലാൻ അയക്കൽ പുനരാരംഭിച്ചത്. 80 ലക്ഷം പേരിൽ നിന്ന് 500 കോടി രൂപ പിഴ ഈടാക്കാനുണ്ടെന്നാണ് കണക്ക്. തുടക്കത്തിൽ വിവാദമുണ്ടായെങ്കിലും ഗതാഗത നിയമലംഘനം തടയുന്നതിനൊപ്പം സർക്കാരിന് വരുമാനം കൂടിയാകുകയാണ് പാതകളിലെ AI ക്യാമറകൾ. 2023 ജൂലൈയിലാണ് 232 കോടി രൂപ ചെലവിൽ 732 AI ക്യാമറകൾ കെൽട്രോൺ സ്ഥാപിച്ചത്. ക്യാമറയിൽ കുടുങ്ങുന്ന നിയമലംഘനങ്ങൾക്ക് പിഴയടയ്ക്കാനുള്ള ചലാൻ അയക്കുന്ന ചുമതലയും കെൽട്രോണിനാണ്. ഇതിന് 3 മാസത്തിലൊരിക്കൽ 11.6 കോടി രൂപ വീതം ധനവകുപ്പ് നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. ഈ തുകയിൽ കുടിശ്ശികയുണ്ടായിരുന്ന കഴിഞ്ഞ 4 തവണകൾ ധനവകുപ്പ് അനുവദിച്ചതോടെയാണ് കെൽട്രോൺ വീണ്ടും പണി തുടങ്ങിയത്. സെപ്റ്റംബറിൽ നൽകേണ്ടിയിരുന്ന തുക മാത്രമാണ് ഇനി അനുവദിക്കാനുള്ളത്. 2023 ജൂലൈ മുതൽ ഇതുവരെ 80 ലക്ഷം നിയമലംഘനങ്ങളാണ് സംസ്ഥാനത്തെ AI ക്യാമറകളിൽ പതിഞ്ഞത്. ആദ്യ 3 മാസങ്ങളിൽ കുറച്ചുപേർക്ക് ചലാൻ അയച്ചിരുന്നു. 80 ലക്ഷം പേരിൽ വലിയൊരു വിഭാഗം ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന പ്രചാരണം വിശ്വസിച്ചുണ്ടായ നിസ്സംഗത മൂലം ആവർത്തിച്ചുള്ള ഗതാഗത നിയമലംഘനം നടത്തിയവരാണ്. ഇവരെ കാത്തിരിക്കുന്നത് വലിയൊരു തുകയാകും. പരിവാഹൻ സൈറ്റിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്താൽ പിഴയിൽ പെട്ടിട്ടുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാം. ന്യൂസ് ഡെസ്ക്, ജീവൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കടലാക്രമണത്തിനുള്ള സാധ്യത മുൻനിർത്തി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കോമറിൻ മേഖലയ്ക്ക് മുകളിലായി പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ചക്രവാത ചുഴി 24 മണിക്കൂറിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. തുടർന്നുള്ള 2 ദിവസത്തിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇവയുടെ സ്വാധീനഫലമായി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതിനിടെ ഉയർന്ന തിരമാലയും കടലാക്രമണത്തിനുമുള്ള സാധ്യത മുൻനിർത്തി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ജീവൻ. കരട് പട്ടികയിലെ പരാതികൾ തീർപ്പാക്കി ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം ഫെബ്രുവരിയിൽ ഉണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്തുകളുടേത് മാർച്ചിലും
ജില്ലാ പഞ്ചായത്തുകളുടേത് ഏപ്രിലുമായി പൂർത്തിയാക്കാനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ശ്രമം. വാർഡ് വിഭജന നടപടികൾ ഏപ്രിലിൽ അന്തിമമാകുമ്പോൾ വീട്ടു നമ്പറിലെ മിക്ക വാർഡുകളുടെ പേരിലും മാറ്റമുണ്ടാകും. ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവ ഉൾപ്പെടെ ആദ്യഘട്ടത്തിലെ അന്തിമ വിജ്ഞാപനമായാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള തയ്യാറെടുപ്പിലേക്ക് കമ്മീഷൻ കടക്കും. വോട്ടർ പട്ടിക പുതുക്കൽ, പോളിംഗ് സ്റ്റേഷൻ നിശ്ചയിക്കൽ, പോളിംഗ് സാമഗ്രികൾ ശേഖരിക്കൽ തുടങ്ങിയവയാണ് പ്രാഥമികമായി ഉണ്ടാവുക. ഇതിനിടെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനത്തിൽ പരാതികളുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി. ഭരണമുന്നണിക്ക് അനുകൂലമായി വാർഡുകൾ വിഭജിച്ചെന്നാണ് പ്രധാന ആക്ഷേപം. വിജ്ഞാപനം വന്നയുടൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സംഘടനകൾ എതിർപ്പുയർത്തി. മിക്ക ജില്ലകളിലും പരാതികൾ ഉയർന്നു. ആലപ്പുഴയിൽ 3 മുന്നണികളും പരാതിക്കാരാണ്. എന്നാൽ ഇത്തവണ താരതമ്യേന ആക്ഷേപം കുറവായിരിക്കുമെന്നാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ പ്രതീക്ഷ. ആലപ്പുഴയിൽ CPM-ന് അനുകൂലമായ വിഭജനമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസും പലയിടത്തും മാനദണ്ഡം പാലിച്ചില്ലെന്ന് CPM-ഉം ആരോപിച്ചു. എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന സ്ഥലങ്ങളിലാണ് വിഭജനമുണ്ടായതെന്ന് UDF ആക്ഷേപിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും അതിർത്തി പുതുക്കിയത് CPM-ന് അനുകൂലമായാണെന്ന് UDF-ഉം BJP-യും ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. മലപ്പുറത്ത് ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. സംഘത്തിൽ 5 പേർ കൂടി ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു. 2.25 കോടിയുടെ സ്വർണമാണ് കവർന്നത്. ഇന്നലെ രാത്രിയാണ് ജ്വല്ലറി പൂട്ടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന KM ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ആക്രമിച്ച് പ്രതികൾ 3.5 കിലോ സ്വർണം കവർന്നത്. കാറിലെത്തിയ സംഘം ജ്വല്ലറി ഉടമകൾ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി സ്വർണം കവരുകയായിരുന്നു. പ്രതികൾ കാറിൽ നിന്നിറങ്ങി യൂസഫിനും ഷാനവാസിനും നേരെ പെപ്പർ സ്പ്രേ അടിച്ചു. പ്രതിരോധിക്കാൻ ശ്രമിച്ച യൂസഫിനെ മർദ്ദിക്കുകയും ചെയ്തു. ശേഷം കയ്യിലുണ്ടായിരുന്ന ബാഗ് പിടിച്ചുവാങ്ങി സ്കൂട്ടറിന്റെ സീറ്റിനടിയിലുള്ള മറ്റൊരു ബാഗുമെടുത്ത് സംഘം സ്ഥലം വിട്ടു. മുഖംമൂടി ധരിച്ചാണ് മോഷ്ടാക്കൾ എത്തിയത്. കണ്ണൂർ സ്വദേശികളായ ലിജിൻ രാജൻ, പ്രബിൻ ലാൽ, തൃശൂർ സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ ഈസ്റ്റ് പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. സംഘത്തിൽ 5 പേർ കൂടിയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. അമിത വില ഈടാക്കൽ ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് ശബരിമലയിലെ കടകളിൽ നിന്ന് പിഴ ഈടാക്കി സംയുക്ത സ്ക്വാഡ്. നിയമങ്ങൾ പാലിച്ചില്ല എന്ന് കണ്ടെത്തിയ കടകളിൽ നിന്ന് 77,000 രൂപയോളമാണ് പിഴയിനത്തിൽ ഒടുക്കിയത്. ശബരിമലയുടെ സന്നിധാനത്തും പരിസരത്തുമുള്ള കടകളിൽ പ്രത്യേകമായി രൂപവൽക്കരിച്ച സംയുക്ത സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ വിവിധ നിയമലംഘനങ്ങൾക്ക് 77,000 രൂപ പിഴ ഈടാക്കി. ഹോട്ടലുകളുടെ ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ്, പഴകിയതും കാലാവധി കഴിഞ്ഞതുമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയാണ് പ്രധാനമായും പരിശോധിച്ചത്. ഹോട്ടലുകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. കൂടുതലും ഹോട്ടലുകളിൽ ഹെൽത്ത് കാർഡ് ഉള്ളവരാണ് പ്രവർത്തിക്കുന്നത്. അല്ലാത്തിടങ്ങളിൽ ഹെൽത്ത് കാർഡ് കാണിക്കുന്നതിന് 2 ദിവസം കൂടി അനുവദിച്ചിട്ടുണ്ട്. കാർഡ് ഹാജരാക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റ് SL സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരച്ചിൽ നടത്തിയത്. റവന്യൂ, ലീഗൽ മെട്രോളജി, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യവകുപ്പ് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമലയിലെത്തുന്ന കുട്ടികൾക്ക് കരുതലായി പോലീസിന്റെ ബാൻഡ്. കുട്ടികൾ തിരക്കിനിടയിൽ കാണാതാവുന്ന സാഹചര്യം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടാണ് ബാൻഡ് ഒരുക്കിയിരിക്കുന്നത്. ദിനംപ്രതി ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിൽ കുഞ്ഞുങ്ങളും വയോധികരും തിരക്കിനിടയിൽ കൂട്ടം തെറ്റിപ്പോകുന്നത് പതിവ് സംഭവമാണ്. എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. പമ്പയിൽ നിന്ന് മല കയറുന്ന 10 വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുട്ടികളുടെയും കയ്യിൽ കുട്ടിയുടെ പേരും കൂടെയുള്ള മുതിർന്ന ആളുടെ മൊബൈൽ നമ്പറും രേഖപ്പെടുത്തിയ ബാൻഡ് കെട്ടിയാണ് മുകളിലേക്ക് കയറ്റിവിടുന്നത്. ഇതോടെ തിരക്കിനിടയിൽ കൂട്ടം തെറ്റിപ്പോയാലും വളരെ പെട്ടെന്ന് രക്ഷിതാക്കളെ കണ്ടെത്തി അവരെ അടുത്തെത്തിക്കാൻ ഇതുവഴി കഴിയും. കൂട്ടം തെറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മറ്റു ഭക്തർക്കും കുട്ടികളെ സഹായിക്കാൻ ഇതുവഴി സാധിക്കും. മല കയറി തിരികെ വാഹനത്തിൽ കയറുന്നതുവരെ കയ്യിലെ ഈ തിരിച്ചറിയൽ ബാൻഡ് കളയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഭക്തിക്കൊപ്പം ശബരിമലയിൽ ശുചിത്വവും ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡ്. സന്നിധാനത്തെ ശുചിയായി സൂക്ഷിക്കാനുള്ള പവിത്രം ശബരിമല പദ്ധതിക്ക് തുടക്കമായി. ദേവസ്വം ജീവനക്കാരുടെയും മറ്റ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ
സന്നിധാനത്തെ വെടിപ്പായി സൂക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പവിത്രം ശബരിമല പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വലിയ നടപ്പന്തലിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 4 വർഷമായി തുടർന്നുവരുന്ന പദ്ധതിയിൽ ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ജീവനക്കാർ പങ്കാളിയാകുന്നു. ദിവസവും രാവിലെ 9 മുതൽ 1 മണിക്കൂർ നേരമാണ് ശുചീകരണം. ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളെന്ന രീതിയിൽ സന്നിധാനവും പരിസരവുമാണ് ശുചീകരിക്കുക. ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമാണെന്ന് തന്ത്രി കണ്ഠർ രാജീവരര് പറഞ്ഞു. ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ വ്രതശുദ്ധിയോടുകൂടിയാണ് വരാൻ. ശുദ്ധി മാത്രം പോരാ, വൃത്തിയും പാലിക്കേണ്ടതാണ്. ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല. ഇവിടെ മാലിന്യപ്പെടുത്താതിരിക്കാൻ ഓരോ ഭക്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ കടമയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം. ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്, പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുമുടിക്കെട്ടിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഇരുമുടി നിറച്ച് ഭക്തിപൂർവ്വം ശ്രദ്ധപൂർവ്വം ഇവിടെ എത്താം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണമെന്നും അത് ഭക്തരുടെ കടമയാണെന്നും ക്ഷേത്രം തന്ത്രി പറഞ്ഞു. 18 മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല. അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. പ്രകൃതിയെയും ജീവജാലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും. ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണമെന്നും തന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. വ്യാപാരത്തിനപ്പുറം മനുഷ്യരെ ചേർത്ത് നിർത്തി മാതൃക കാട്ടുന്ന രാജകുമാരി ഗ്രൂപ്പിന്റെ മറ്റൊരു സഹായ കേന്ദ്രം കൂടി പ്രവർത്തനം ആരംഭിച്ചു. കനിവിനൊരു കൈത്താങ്ങ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സൗജന്യ ഡയാലിസിസ് സെന്ററിനാണ് തുടക്കമായത്. 1996 കല്ലമ്പലം എന്ന പ്രദേശത്ത് ആരംഭിച്ച രാജകുമാരി ഗ്രൂപ്പ് ബിസിനസ് വളർച്ചയ്ക്കൊപ്പം നാട്ടിലെ അശരണരെയും നിരാലംബരെയും സഹായിക്കാനും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. വീടില്ലാത്തവർക്ക് ഭവന നിർമ്മാണത്തിനും രോഗശൈലിയിലുള്ളവർക്ക് ചികിത്സാ ചെലവുകളും പഠനം മുടങ്ങിയവരുടെ പഠന ചെലവുകളും നൽകുന്നതിനു പുറമെ സ്നേഹ ഊണ് പദ്ധതിയും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ആംബുലൻസ് സേവനം, ബ്ലഡ് ഡൊണേഷൻ കൂട്ടായ്മ എന്നിവയും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനു പുറമെയാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ പുതിയ സൗജന്യ ഡയാലിസിസ് സെന്റർ. മുക്കടയിൽ RK ടവറിൽ പ്രവർത്തനമാരംഭിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. RK ടവർ ബിൽഡിംഗ് ഉദ്ഘാടനം ആറ്റിങ്ങൽ MP അടൂർ പ്രകാശും, ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം V ജോയ് MLAയും, ലബോറട്ടറി ഉദ്ഘാടനം വർക്കല കഹാർ MLAയും നിർവഹിച്ചു. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, GS ജയലാൽ MLA, മടവൂർ അനിൽ, തണൽ ദയ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഇദ്രീസ്, രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് പുറത്ത്. 4 പേർ മാത്രം 2 അക്കം കടന്ന ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിൽ 41 റൺസ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഋഷഭ് പന്ത് 37 റൺസ് അടിച്ചപ്പോൾ KL രാഹുൽ 26ഉം ധ്രുവ് ജുറേൽ 11 റൺസ് എടുത്ത് പുറത്തായി. ഓസ്ട്രേലിയയ്ക്കായി ജോഷ് ഹേസൽവുഡ് 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ മിച്ചൽ മാർഷ്, മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ് എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിലെ തുടരന്വേഷണ ഉത്തരവ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്ന് CPM. നിയമോപദേശം തേടാൻ തീരുമാനം. സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ നാളെ. പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലും നാളെ. മുനമ്പത്തെ ഭൂമി തർക്കം സമവായ നീക്കവുമായി സർക്കാർ. ഡിജിറ്റൽ സർവേക്ക് നീക്കം. ആരെയും കുടിയിറക്കില്ല എന്ന് ആവർത്തിച്ച സർക്കാർ. യുക്രൈന് നേരെ ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിച്ച് റഷ്യ. നിരവധി പേർക്ക് പരിക്ക്. രാജ്യത്തിന് നേരെയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ ആക്രമണം ലോക ചരിത്രത്തിൽ ആദ്യം. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് ഓസീസിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് എല്ലാവരും പുറത്ത്. ജോഷ് ഹേസൽവുഡിന് 4 വിക്കറ്റ്. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ്
presented by BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ജീവന്റെ നൂൺ എഡിഷൻ സമാപിച്ചു. നമസ്കാരം.